നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഏലപ്പുള്ളിയിൽ സ്വകാര്യ ബ്രൂവറി വേണ്ടെന്ന് ഷാഫി പറമ്പിൽ MP. കർഷക സ്നേഹത്തിന്റെ പേര് പറഞ്ഞ് വളഞ്ഞ വഴിയിലൂടെ ബ്രൂവറിയെ ആനയിക്കുന്നതിനു പിന്നിലെ ലക്ഷ്യം അഴിമതി മാത്രം. ബ്രൂവറിക്കെതിരെ യൂത്ത് കോൺഗ്രസിന്റെ ലോങ് മാർച്ച്. നെന്മാറ ഇരട്ടക്കൊലപാതകത്തിൽ പോലീസിന് വലിയ വീഴ്ച പറ്റിയെന്ന് സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ട്. കൊല്ലപ്പെട്ടവരുടെ കുടുംബവും നാട്ടുകാരും നൽകിയ പരാതികൾക്ക് ഗൗരവം കൽപ്പിച്ചില്ല. ജാമ്യത്തിലിറങ്ങിയ പ്രതി നെന്മാറ പഞ്ചായത്ത് പരിധിയിൽ പ്രവേശിക്കരുതെന്ന കോടതി ഉത്തരവ് ലംഘിക്കപ്പെട്ടു. തൃശൂരിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പോസ്റ്ററുകൾ. പാർലമെന്റ് തിരഞ്ഞെടുപ്പ് തോൽവിയിൽ KPCC നിയോഗിച്ച 3-അംഗ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ആവശ്യം. പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് കോൺഗ്രസ് കൂട്ടായ്മ എന്ന പേരിൽ. വാർത്തകൾ വിശദമായി. കർഷക സ്നേഹത്തിന്റെ പേര് പറഞ്ഞ് വളഞ്ഞ വഴിയിൽ ബ്രൂവറി കൊണ്ടുവരുന്നതിനു പിന്നിലെ ലക്ഷ്യം അഴിമതി മാത്രമാണെന്ന് ഷാഫി പറമ്പിൽ MP. യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏലപ്പുള്ളി ബ്രൂവറിക്കെതിരെ സംഘടിപ്പിച്ച ലോങ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഷാഫി പറമ്പിൽ. ജലചൂഷണത്തിന് പേരുകേട്ട മദ്യനയ അഴിമതിയുടെ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട ഉത്തരേന്ത്യൻ കമ്പനിക്ക് കുടിവെള്ളമില്ലാതെ നട്ടം തിരിയുന്ന പ്രദേശത്ത് അറിഞ്ഞുകൊണ്ട് ജലചൂഷണത്തിന് കുടപിടിക്കുകയാണ് സർക്കാരെന്ന് ഷാഫി പറമ്പിൽ ചൂണ്ടിക്കാട്ടി. ജനങ്ങൾ ഇത് അംഗീകരിക്കില്ല. പ്രദേശത്തെ CPMകാർ പോലും ഇത് അംഗീകരിക്കില്ലെന്നും ഷാഫി പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ് അധ്യക്ഷത വഹിച്ചു. എലപ്പുള്ളി പാറയിൽ നിന്ന് ആരംഭിച്ച ലോങ് മാർച്ച് പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. സമാപന സമ്മേളനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഉദ്ഘാടനം ചെയ്തു. KPCC ജനറൽ സെക്രട്ടറി C. ചന്ദ്രൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ OK ഫാറൂഖ്, ഷെഫീഖ് അറ്റിക്കോട്, വിനോദ് ചെറാട്, C. വിഷ്ണു, ജിതേഷ് നാരായണൻ, പ്രതീഷ് മാധവൻ, INTUC ജില്ലാ പ്രസിഡന്റ് SK അനന്തകൃഷ്ണൻ, DCC വൈസ് പ്രസിഡന്റ് TH ഫിറോസ് ബാബു, ബ്ലോക്ക് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന് സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ട്. ഇതിനിടെ പ്രതി ചെന്താമരയുടെ വീട്ടിൽ നിന്ന് പകുതിയൊഴിഞ്ഞ വിഷക്കുപ്പിയും വടിവാളും പോലീസ് കണ്ടെത്തി. നെന്മാറ ഇരട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചെന്നാണ് സംസ്ഥാന ഇന്റലിജൻസിന്റെ റിപ്പോർട്ട്. സുധാകരനും മകളും പരാതി നൽകിയിട്ടും പോലീസ് കേസെടുത്തില്ല. നെന്മാറ പോലീസിന്റെ ഭാഗത്തു നിന്നാണ് വലിയ വീഴ്ച സംഭവിച്ചത്. പ്രതി ജാമ്യവ്യവസ്ഥ ലംഘിച്ചിരുന്നു. ഇതിലും പോലീസ് നടപടിയെടുത്തില്ല. നിലവിൽ നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പോലീസ് പ്രതിക്കൂട്ടിലാണ്. ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നെന്മാറ പോലീസിനെതിരെ നടപടി വന്നേക്കും. ഇതിനിടെ പ്രതി ചെന്താമരയുടെ വീട്ടിൽ നിന്ന് പകുതിയൊഴിഞ്ഞ വിഷക്കുപ്പിയും കൊലപ്പെടുത്താൻ ഉപയോഗിച്ച വടിവാളും പോലീസ് കണ്ടെത്തി. പോത്തുണ്ടി മലയടിവാരത്തിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് പോലീസ് നടത്തുന്നത്. തമിഴ്നാട്ടിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. 7 പേരടങ്ങിയ സംഘമാണ് പോത്തുണ്ടി മേഖലയിൽ പരിശോധന നടത്തുന്നത്. ഫോൺ ഉപേക്ഷിച്ച ശേഷമാണ് പ്രതി ചെന്താമര രക്ഷപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. റേഷൻ കടകളുടെ പ്രവർത്തനം അവതാളത്തിലാക്കിയ സർക്കാർ അനാസ്ഥയ്ക്കെതിരെ കോൺഗ്രസ് പ്രതിഷേധം. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ റേഷൻ കടകൾക്കു മുന്നിൽ ധർണ നടത്തി. വടനംകുഷി റേഷൻ കടയ്ക്കു മുന്നിൽ നടത്തിയ ധർണ DCC സെക്രട്ടറി PK ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രൂപേഷ് അധ്യക്ഷത വഹിച്ചു. TP രാജീവ്, ഇമ്പിച്ചി മണി തുടങ്ങിയവർ പ്രസംഗിച്ചു. ചെറിയ ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ തൃശൂരിൽ വീണ്ടും പോസ്റ്റർ പ്രതിഷേധം. കോൺഗ്രസ് കൂട്ടായ്മ എന്ന പേരിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് തോൽവിയിൽ KPCC നിയോഗിച്ച 3-അംഗ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്നാണ് പോസ്റ്ററിലെ ആവശ്യം. ഇടവേളയ്ക്ക് ശേഷമാണ് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ തൃശൂരിൽ വീണ്ടും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നത്. കോൺഗ്രസ് കൂട്ടായ്മ എന്ന പേരിലാണ് പോസ്റ്ററുകൾ. DCC പ്രസ് ക്ലബ്ബ്, CPM ജില്ലാ കമ്മിറ്റി ഓഫീസുകൾക്ക് മുന്നിലാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. തൃശൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന K. മുരളീധരന്റെ ദയനീയ പരാജയത്തിന് പിന്നാലെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ DCC ഓഫീസിന് മുന്നിൽ ദിവസങ്ങളോളം തുടർച്ചയായി പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. KSSPU കോങ്ങാട് യൂണിറ്റിന്റെ 33-ാം വാർഷിക സമ്മേളനം നടന്നു. ജില്ലാ പ്രസിഡന്റ് CS സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. അവിടുന്ന് ഇങ്ങോട്ട് ഈ കഴിഞ്ഞ 33-32 കൊല്ലക്കാലത്തെ സംഘടനയുടെ പ്രവർത്തനം, അന്ന് നമ്മൾ എന്തൊക്കെയാണോ ഉദ്ദേശിച്ചിരുന്നത് ആ രീതിയിൽ തന്നെ അതിലൊരുത്തുപോലും മാറ്റം വരുത്താതെ
ഈ സംഘടനയെ കൊണ്ടു നടക്കുന്നതിന് ഈ കഴിഞ്ഞ കാലം അത്രയും ഇതിൻ്റെ ഭാരവാഹികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ആ രീതിയിലുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായ തീർച്ചയായും പെൻഷൻകാർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ എന്ന തോന്നൽ പെൻഷൻകാരിലും അതുപോലെ തന്നെ പെൻഷൻകാരെ സ്നേഹിക്കുന്ന ആളുകളുടെ ഇടയിലും ഒരഭിപ്രായം ഉണ്ടാക്കിയെടുക്കുന്നതിന് ഈ സംഘടനയുടെ പ്രവർത്തനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കോങ്ങാട് അനുവദിച്ച ട്രഷറിയുടെ പ്രവർത്തനം ഉടൻ ആരംഭിക്കണമെന്നും യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു. ഉദ്ഘാടന ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് പി ദിനകരൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി പി കൃഷ്ണദാസ് സംഘടനാ റിപ്പോർട്ടും കെ പി ദേവഭൂപേന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. ടി പി അച്യുതാനന്ദൻ, കെ ജി നവാബ് ജാൻ, എം ശിവശങ്കരൻ, ജില്ലാ സെക്രട്ടറി പി എൻ മോഹൻദാസ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി കൃഷ്ണൻകുട്ടി, പി സത്യഭാമ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എൻ രാധാകൃഷ്ണൻ, കെ കെ കൗസല്യ, കെ നാരായണൻകുട്ടി മാസ്റ്റർ, വി പത്മനാഭൻ മാസ്റ്റർ, പി ഗംഗാധരൻ പിള്ള, കെ എസ് ഗുപ്തൻ നമ്പൂതിരി, എം അബ്ദുൾ അസീസ്, സി വി കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ദേശമംഗലത്ത് വയോധികനെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ദേശമംഗലം 8-ാം വാർഡ് സ്വദേശി 78 വയസ്സുള്ള നാരായണമേനോനാണ് മരിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് 4:30 കപ്ലിങ്ങാട്ട് മനക്കുളത്തിലായിരുന്നു അപകടം. കുളിക്കുന്നതിനിടെ വയോധികൻ മുങ്ങിപ്പോവുകയായിരുന്നു. കുളക്കടവിൽ ചെരുപ്പും വസ്ത്രങ്ങളും കണ്ടതോടെ വീട്ടുകാർ ഷൊർണൂർ ഫയർഫോഴ്സിനെ വിവരമറിയിച്ചു. ചെറുതുരുത്തി പോലീസും സ്ഥലത്തെത്തി. ഫയർഫോഴ്സ് എത്തി നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിലെ കൂത്തമ്പലത്തിൽ വാദ്യ സമന്വയം നടന്നു. പ്രശസ്തനായ ഇറ്റാലിയൻ ഗിത്താറിസ്റ്റും സംഗീത സംവിധായകനുമായ ജസപ്പോ ലോമിയോയും കലാമണ്ഡലത്തിലെ വാദ്യവിഭാഗം അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്നാണ് വാദ്യവിസ്മയം ഒരുക്കിയത്. കലാമണ്ഡലം വൈസ് ചാൻസലർ ബി അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കലാമണ്ഡലം രജിസ്ട്രാർ പി രാജേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. വിദേശികളായ കലാ ആസ്വാദകർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. കേരളശ്ശേരി യങ് മെൻസ് ലൈബ്രറിയുടെ 74-ാം വാർഷികാഘോഷം കേരളശ്ശേരിയിൽ സംഘടിപ്പിച്ചു. സാംസ്കാരിക സമ്മേളനം സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ കുട്ടികളെ നമ്മുടെ ലൈബ്രറികളുമായി ബന്ധിപ്പിക്കണം. അവരുടെ വായനാശീലം വളർത്തിക്കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം. മലയാള സാഹിത്യത്തിലെ വലിയൊരു മഹാമേരുവായിരുന്ന MT വാസുദേവൻ നായർ, മരണമില്ലാത്ത മനുഷ്യൻ, എത്ര ഊഴം കഴിഞ്ഞാലും ഊഴം അവസാനിക്കാത്ത വിധം മരണമില്ലാത്ത MTയുടെ, വിശേഷിച്ചും വള്ളുവനാടിൻ്റെ അതിര് പങ്കിടുന്ന കേരളശ്ശേരി പോലുള്ളൊരു സ്ഥലത്ത് സാധാരണ മനുഷ്യൻ്റെ ജീവിതം ഇത്ര മനോഹരമായി ആവിഷ്കരിച്ച MT മനോഹരമായി ആവിഷ്കരിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കൃതികളെല്ലാം ആളുകൾ സ്വീകരിച്ചത്, വായിച്ചത്. ലൈബ്രറി പ്രസിഡന്റ് ശോഭനകുമാരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ലൈബ്രറി സെക്രട്ടറി സന്തോഷ് കുമാർ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ഉജ്ജ്വല ബാല്യം പുരസ്കാര ജേതാവായ അമർനേഷ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തുടർച്ചയായി 2ാം തവണയും ലളിതഗാനം, സംസ്കൃത ഗാനാലാപനം എന്നിവയിൽ E ഗ്രേഡ് നേടിയ ശ്രീഹരി, കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ് കഥകളി സംഗീതത്തിൽ വജ്രജൂബിലി ഫെലോഷിപ്പിന് അർഹമായ കലാമണ്ഡലം ശ്രീറാം എന്നിവരെ ആദരിച്ചു. താലൂക്ക് ലൈബ്രറി പ്രസിഡന്റ് ജിജേഷ് മാസ്റ്റർ ആശംസകൾ നേർന്നു. ലൈബ്രറി നിർവാഹക സമിതി അംഗം രാമകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് പ്രദേശത്തെ കലാകാരന്മാരും കലാകാരികളും ചേർന്നൊരുക്കിയ നൃത്തസംഗീത വിരുന്നും അരങ്ങേറി. വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന ഫുട്ബോൾ ടൂർണമെന്റിൽ റോയൽസ് മങ്കരയെ പരാജയപ്പെടുത്തി YMC കേരളശ്ശേരി വിജയികളായി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. അത്യപൂർവമായ അർബുദ രോഗത്തോട് പൊരുതുമ്പോൾ ഷൊർണൂർ സ്വദേശി നിജിലിന് ജീവതാളമായത് നാടൻപാട്ട്. ആശുപത്രി കിടക്കയിൽ വച്ചും വരികളെഴുതി ഈണം പകർന്ന് ഡോക്ടർമാരെ ചൊല്ലിക്കേൾപ്പിക്കുമ്പോൾ ജീവിതത്തെ കലകൊണ്ട് സ്ഥാപിക്കുകയായിരുന്നു നിജിൽ. ആത്മവിശ്വാസം കൈവിടാതെ മാരകരോഗത്തോട് പൊരുതിയ ഈ 20-കാരൻ നാടൻപാട്ട് വേദികളിൽ വീണ്ടും സജീവമാവുകയാണ്. നാടൻപാട്ടിനെ ജീവതാളമാക്കി കൊണ്ടു നടക്കുമ്പോഴാണ് 17-ാം വയസ്സിൽ നിജിലിനെ ബി-സെൽ അക്യൂട്ട് ലിംഫോ ബാസ്റ്റിക് ലുക്കാമിയ എന്ന അത്യപൂർവ അർബുദരോഗം വേട്ടയാടിയത്. അർബുദരോഗമാണെന്ന് അറിഞ്ഞിട്ടും ആത്മവിശ്വാസം മുറുകെ പിടിച്ച് പൊരുതാൻ തന്നെയായിരുന്നു നിജിലിന്റെ തീരുമാനം. അപ്പോഴും നാടൻപാട്ടിനെ ജീവശ്വാസമായി കൊണ്ടു നടന്നു. 8 മാസക്കാലം RCCയിലും പിന്നീട് മലബാർ ക്യാൻസർ സെന്ററിലുമായിരുന്നു ചികിത്സ. തന്റെ വേദനകൾ മറക്കാൻ ആശുപത്രി കിടക്കയിൽ കിടന്നും നിജിൽ വരികൾ എഴുതി ഈണം പകർന്ന് ഡോക്ടർമാരെയും ജീവനക്കാരെയും ചൊല്ലിക്കേൾപ്പിച്ചു. കൂട്ടിരിപ്പുകാരായ
അമ്മയ്ക്കും അച്ഛനും ധൈര്യം പകർന്നു. പക്ഷെ അവൻ അപ്പോഴും ഈ ഒരു അസുഖം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും ഞങ്ങളെല്ലാവരും, പിന്നെ അച്ഛനും ഇവൻ്റെ അച്ഛനും ഏട്ടനും ഞാൻ ഉൾപ്പെടെ ഞങ്ങളെല്ലാവരും ആകെ തളർന്നിരിക്കുന്ന സമയത്ത് പോലും അവൻ നല്ല കോൺഫിഡൻസ് ആയിരുന്നു. അവന് ഹോസ്പിറ്റലിൽ നിന്ന് മരുന്നെടുക്കുന്ന സമയത്ത് അവൻ റൂമിലിരുന്ന് പാട്ട് എഴുതാണ്. ഞാനൊക്കെ തളർന്നിരിക്കുന്ന സമയത്ത് അവൻ പാട്ട് എഴുതി അതിന് ട്യൂൺ ചെയ്യുകയാണ്, ഡോക്ടേഴ്സിന് കേൾപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അവന് അത്രയും കോൺഫിഡൻസ് ആയിരുന്നു. അപ്പോൾ ഞാനൊക്കെ കരയുന്ന സമയത്ത് എൻ്റെ മോൻ എന്നോട് ചോദിക്കും, അമ്മ എന്തിനാണ് കരയണത്? 50 ലക്ഷം രൂപയോളം ചെലവ് വന്ന കാൾട്ടീസൽ തെറാപ്പി ചികിത്സ പൂർത്തിയാക്കിയ ശേഷം ഷൊർണൂരിലെ കൂട്ടുകലാവേദി നാടൻപാട്ട് സംഘത്തിന്റെ വേദികളിൽ മുന്നണി ഗായകനായി സജീവമാവുകയാണ് നിജിൽ. ട്രീറ്റ്മെൻറ്റ് നടക്കുമ്പോഴും നാടൻ പാട്ടിൽ നിന്ന് ഞാൻ ഒരു ഒഴിവ് ഞാൻ ഉണ്ടായിട്ടില്ല. പ്രോഗ്രാമിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. നാടൻ പാട്ടാണ് എനിക്ക് എൻ്റെ ഒരു ഇഷ്ടം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മേഖല എന്ന് പറയുന്നത് നാടൻ പാട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാടധികം പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടാണ് ഞാൻ വന്നത്. എനിക്ക് കാർട്ടിസൽ തെറാപ്പി എന്ന് പറയുന്നൊരു ചികിത്സയാണ് കഴിഞ്ഞത്. അപ്പോൾ മലബാർ, കണ്ണൂർ തലശ്ശേരി മലബാറിലാണ് എനിക്ക് ആ ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. ചന്ദൻ സാറായിരുന്നു എൻ്റെ ഡോക്ടർ. അപ്പോൾ സാറിനും എല്ലാവർക്കും ഒരുപാടധികം നന്ദി. ഞാൻ ചികിത്സയ്ക്കായുള്ള പണം മുഴുവൻ സമാഹരിച്ചത് ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ കമ്മിറ്റിയായിരുന്നു. തന്നെ ചേർത്ത് പിടിച്ച എല്ലാവരോടും നന്ദിയുണ്ടെന്ന് നിജിൽ പറയുമ്പോൾ രോഗത്തോട് പൊരുതുന്ന മനുഷ്യനോട് അവന് പറയാനുള്ളത് ഇതാണ്. അഞ്ചു വയസ്സു മുതൽ പാടിത്തുടങ്ങിയ നിജിലിൻ്റെ 5 ആൽബങ്ങൾ ഇതിനകം പുറത്തിറങ്ങിയിട്ടുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ വള്ളത്തോൾ നഗർ ഏരിയ കമ്മിറ്റിയുടെ 25ാമത് സമ്മേളനം ചെറുതുരുത്തിയിൽ സംഘടിപ്പിച്ചു. AKTA തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ജലജ അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലങ്ങളിലും അല്ലെങ്കിൽ 14 മണ്ഡലങ്ങൾ എവിടെയൊക്കെ നമ്മൾ നവകേരള സദസ്സ് നടത്തിയിട്ടുണ്ടോ അവിടെയൊക്കെ നമ്മുടെ ആളുകളോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളൊക്കെ ഓരോ നിവേദനം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടൊന്നും നമുക്കതിനൊരു മറുപടി നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നിയമ പോരാട്ടം നടത്തി. എന്നിട്ടിപ്പോൾ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നമുക്ക് റിട്ടയർമെൻറ്റ് തുക പുനഃസ്ഥാപിച്ച് കിട്ടി. 2020 ജൂൺ മാസം മുതൽ പെൻഷനായിട്ടുള്ള ആളുകൾക്ക് 1000 മുതൽ 15,000 രൂപ വരെ ഈ കഴിഞ്ഞ ഡിസംബർ 30-നുള്ളിൽ കൊടുത്തു തീർത്തു എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള അറിവ്. ക്ഷേമനിധി ബോർഡിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു അറിവ്. ഈ ആളുകൾക്ക് റിട്ടയർമെൻറ്റ് തുക കുടിശ്ശികയായിട്ടുള്ള ആളുകളുടെ എല്ലാം കൊടുത്തു തീർത്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മുള്ളൂർക്കര, ചെറുതുരുത്തി, നെടുമ്പുര, ദേശമംഗലം എന്നീ 4 യൂണിറ്റുകളിൽ നിന്നായി 100 കണക്കിന് അംഗങ്ങൾ ചെറുതുരുത്തി ചുങ്കത്ത് നിന്നും പ്രകടനമായാണ് സമ്മേളന നഗരിയിലെത്തിയത്. ചടങ്ങിൽ വള്ളത്തോൾ നഗർ ഏരിയ പ്രസിഡന്റ് കെ ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി രമ്യ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ CR ബിന്ദു വരവ് ചെലവ് കണക്കും ജില്ലാ കമ്മിറ്റി അംഗം ഷൈബി ഡസൻ സംഘടന റിപ്പോർട്ടും അവതരിപ്പിച്ചു. കമ്മിറ്റി ഭാരവാഹികളായ KV രജനി, VV ശാന്തി, KV നീലിത എന്നിവർ സംസാരിച്ചു. അടുത്ത 3 വർഷ കാലയളവിലെ ഭാരവാഹികളായി K ശശീന്ദ്രൻ പ്രസിഡന്റായും MT രമ്യ സെക്രട്ടറിയായും CR ബിന്ദു ട്രഷററായും 13-അംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെച്ച നെടുമ്പുര സെക്രട്ടറി രജനിയെ ചടങ്ങിൽ ആദരിച്ചു. M ദാമോദരൻ സ്വാഗതവും PR സരള നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷൻ IPTA പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ഏകദിന ശില്പശാല ജനുവരി 30-ന് കൊപ്പം മണ്ണേങ്ങോട് EP-യുടെ മാവിൻ ചുവട്ടിൽ നടക്കും. ശില്പശാലയെക്കുറിച്ച് സ്വാഗത സംഘം ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു. ജനകീയ കലാപ്രസ്ഥാനമായ ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷൻ IPTA പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഏകദിന ശില്പശാല സംഘടിപ്പിക്കുന്നത്. ജനുവരി 30-ന് വ്യാഴാഴ്ച രാവിലെ 10-ന് കൊപ്പം മണ്ണേങ്കോടുള്ള EP-യുടെ മാവിൻ ചുവട്ടിൽ വെച്ചായിരിക്കും ശില്പശാല നടത്തുക. IPTA സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ച് എല്ലാ ജില്ലകളിലും ശില്പശാലകൾ നടന്നു വരുന്നുണ്ട്. രാവിലെ 10-ന് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം പ്രൊഫസർ KC അരുണിന്റെ അധ്യക്ഷതയിൽ എഴുത്തുകാരനും പ്രഭാഷകനുമായ അജിത് കൊളാരി ഉദ്ഘാടനം ചെയ്യും. മുഹമ്മദ് മുസിൻ MLA, OK സേതലവി തുടങ്ങിയവർ പങ്കെടുക്കും. പീപ്പിൾസ് തിയേറ്റർ ശില്പശാലയിൽ R ജയകുമാർ, CP മനേക്ഷ തുടങ്ങിയവർ സംസാരിക്കും. വിശിഷ്ട കലാകാരന്മാരെ ആദരിക്കൽ, ഭാവി പ്രവർത്തന രൂപരേഖ, സമാപന ചടങ്ങ് തുടങ്ങിയവയും ഉണ്ടായിരിക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ചരിത്രം ഇരമ്പുന്ന മാവിൻ ചുവട്ടിൽ വെച്ച് ഈ പരിപാടി സംഘടിപ്പിക്കാമെന്ന് IPTAയുടെ ജില്ലാ കമ്മിറ്റി ഐകകണ്ഠ്യേന തീരുമാനിച്ചത്.
മാത്രമല്ല, ഈ വാതിലുകൾ പൊട്ടിയടച്ച ഹാളിൽ നിന്നും ഒരു സാംസ്കാരിക തനിമയുള്ള വീട്ടുമുറ്റത്തേക്ക്, പ്രകൃതിയുമായി ചേർന്ന് നിൽക്കുന്ന ഇടങ്ങളിലേക്ക് ഇപ്റ്റയുടെ പരിപാടികൾ മാറ്റുക എന്നുള്ളതിൽ ഒരു സന്ദേശവുമുണ്ട്. ഇന്നത്തെ കാലത്ത് പ്രകൃതിയും അതിനോടനുബന്ധിച്ച അനുഭവങ്ങളും കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളും, എന്തിനേറെ സ്വാതന്ത്ര്യ സമര ചരിത്രം പോലും അത്രമേൽ പരിഗണിക്കപ്പെടേണ്ട ഒന്നല്ല എന്നൊരു ചിന്താഗതി ഒരു വലിയ വിഭാഗം വെച്ചു പുലർത്തുന്നുണ്ട്. വാർത്താസമ്മേളനത്തിൽ പ്രൊഫസർ KC അരുണ, രാധാകൃഷ്ണൻ മൂച്ചിക്കൽ, K കരുണാകരൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പ്രധാന വാർത്തകൾ വീണ്ടും. ഏലപ്പുള്ളിയിൽ സ്വകാര്യ ബ്രൂവറി വേണ്ടെന്ന് ഷാഫി പറമ്പിൽ MP. കർഷക സ്നേഹത്തിന്റെ പേര് പറഞ്ഞ് വളഞ്ഞ വഴിയിലൂടെ ബ്രൂവറിയെ ആനയിക്കുന്നതിനു പിന്നിലെ ലക്ഷ്യം അഴിമതി മാത്രം. ബ്രൂവറിക്കെതിരെ യൂത്ത് കോൺഗ്രസിന്റെ ലോങ് മാർച്ച്. നെന്മാറ ഇരട്ടക്കൊലപാതകത്തിൽ പോലീസിന് വലിയ വീഴ്ച പറ്റിയെന്ന് സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ട്. കൊല്ലപ്പെട്ടവരുടെ കുടുംബവും നാട്ടുകാരും നൽകിയ പരാതികൾക്ക് ഗൗരവം കൽപ്പിച്ചില്ല. ജാമ്യത്തിലിറങ്ങിയ പ്രതി നെന്മാറ പഞ്ചായത്ത് പരിധിയിൽ പ്രവേശിക്കരുതെന്ന കോടതി ഉത്തരവ് ലംഘിക്കപ്പെട്ടു. തൃശൂരിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പോസ്റ്ററുകൾ. പാർലമെന്റ് തിരഞ്ഞെടുപ്പ് തോൽവിയിൽ KPCC നിയോഗിച്ച 3-അംഗ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആവശ്യം. പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് കോൺഗ്രസ് കൂട്ടായ്മ എന്ന പേരിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.